നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധിയും വന്നു. കൂട്ടബലാത്സംഗ കേസിൽ നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ 20 വർഷം തടവ് 6 കുറ്റവാളികൾക്കും. സൂത്രധാരൻ പുറത്തു വരാതെയുള്ള ക്ലൈമാക്സ്. കോടതിക്ക് പുറത്ത് നടക്കുന്നതൊന്നും സ്വാധീനിച്ചില്ലെന്നും ശിക്ഷ വികാരപരമോ പക്ഷപാതപരമോ ആകരുതെന്നും കോടതി. അതിജീവിതയ്ക്ക് നീതി അകലെയെന്ന സന്ദേശം പ്രോസിക്യൂഷൻ പങ്കുവയ്ക്കുമ്പോൾ തെളിവുകൾ കൂട്ടിയിണക്കുന്നതിൽ പരാജയപ്പെട്ടു. ചോദ്യങ്ങൾ നിരവധി ഉയരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കൊട്ടേഷൻ ഇല്ലാത്ത കുറ്റകൃത്യമെന്ന് എങ്ങനെ വിശ്വസിക്കും? നടിയെ ആക്രമിച്ച കേസിൽ അങ്ങനെ ശിക്ഷാവിധിയും വന്നപ്പോൾ പ്രോസിക്യൂഷന് പൂർണ്ണ തൃപ്തി ഉണ്ടായിട്ടില്ല. 6 കുറ്റവാളികൾക്കും 20 വർഷം തടവാണ് ശിക്ഷയായിട്ട് വിധിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഈ കേസിൽ എന്തുകൊണ്ടാണ് ഒരു സൂത്രധാരൻ ഇല്ലാതെ പോയത്? എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ വിശ്വസിക്കുവാൻ കോടതി തയ്യാറാകാതിരുന്നത്? പ്രോസിക്യൂഷൻ അപ്പീലിന് പോകാൻ തയ്യാറെടുക്കുകയാണ്. സർക്കാരിനോട് ഇക്കാര്യം ശുപാർശ ചെയ്യുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പറയുകയും ചെയ്തു. 8 വർഷത്തോളം എടുത്ത അന്വേഷണത്തിലും വിചാരണയ്ക്കും ഒടുവിൽ ഇങ്ങനെയൊരു വിധി വരുമ്പോഴും പ്രോസിക്യൂഷന് തൃപ്തിയില്ലാത്തത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന പോലീസിന്റെ ആത്മവിശ്വാസം ഒടുവിൽ കോടതിയിൽ തകരുമ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. നടൻ മഹേഷ്, അഡ്വക്കേറ്റ് ടി ബി മിനി, ശ്രീമതി ദിവ്യ ദിവാകർ, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, സൈബർ വിദഗ്ധരായ ശ്രീ സംഗമേശ്വരൻ മാണിക്യം എന്നിവർ പ്രൈം ഡിബേറ്റിൽ ചേരുകയാണ്. ആദ്യം ദിവ്യ, എന്താണ് താങ്കൾ ഇന്നത്തെ ഈ ശിക്ഷാവിധി വന്നപ്പോൾ വിലയിരുത്തുന്നത്? ഇത് നേരത്തെ തന്നെ ഈ കേസിൽ ഒരു ഗൂഢാലോചന ഇല്ല എന്ന് കോടതി വിലയിരുത്തിയപ്പോൾ തന്നെ നിരാശയായിരുന്നുവല്ലോ. ഇപ്പോൾ ഈ 6 പേര് മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂട്ടബലാത്സംഗത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ? ദിവ്യ കേട്ടില്ലേ? ദിവ്യ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത് ഒരു വലിയ വീഴ്ചയായി തന്നെ അവശേഷിക്കുകയാണ്. അതേസമയം പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയത് ആവശ്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുവാനും സാധിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ വിധിയിൽ തൃപ്തിയില്ല എന്നാണ്. അതിനാൽ തന്നെയാണ് അപ്പീലിന് പോകുവാനായിട്ട് പ്രോസിക്യൂഷൻ തയ്യാറെടുത്തിരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന ഒരു സന്ദേശമാണ് ഈ കോടതിയിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതും കൂട്ടബലാത്സംഗത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കുറ്റവാളികളെന്ന് കണ്ടെത്തിയവർക്ക് നൽകിയിട്ടുള്ളത് എന്നും പ്രോസിക്യൂഷനെ നിരാശരാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം വന്നത്. ഇന്ന് ശിക്ഷയിന്മേലുള്ള വിശദമായ വാദമായിരുന്നു രാവിലെ കോടതിയിൽ നടന്നത്. പരമാവധി ശിക്ഷ നൽകരുത് എന്നുള്ള കാര്യം കുറ്റവാളികളുടെ അഭിഭാഷകർ ആവശ്യപ്പെട്ടപ്പോൾ പക്ഷേ പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ കോടതി മുൻപാകെ ഉന്നയിച്ചത്. പക്ഷേ 20 വർഷമായിട്ട് ശിക്ഷ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രോസിക്യൂഷൻ അതിനെതിരെ അപ്പീൽ പോകും. അതോടൊപ്പം തന്നെയാണ് ഈ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെയും പ്രോസിക്യൂഷൻ അപ്പീലിന് പോകാൻ തയ്യാറെടുക്കുന്നത്. സർക്കാരിന്റെ അനുവാദം കിട്ടിയാൽ ആ നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്യും പ്രോസിക്യൂഷൻ. ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് ശിക്ഷയിൽ നിരാശനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനഃശാസ്ത്രിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. നീതിപീഠത്തിന് തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളല്ലോ, പരിപൂർണ്ണ നീതി കിട്ടിയില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാറിന്റെ വാക്കുകളാണ് ഇത്. ദിവ്യ, ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഇതിപ്പോൾ 20 വർഷത്തെ ശിക്ഷ മാത്രം ഈ 6 പ്രതികൾക്കും നൽകിയതിൽ തൃപ്തിയില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയുണ്ടായി. പക്ഷെ തെളിവുകൾ നിരത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോഴും പ്രോസിക്യൂഷൻ പറയുകയാണ്. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ. എനിക്ക് ഈ ഇത് കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനാണ് തോന്നിയത്.
ആ പോസ്റ്റ് ഞാനിവിടെ ഒന്ന് വായിക്കുകയാണ്. ഇനി വിവേചനം കാണിച്ചു എന്ന പരാതിയൊന്നും ആരും പറയില്ലല്ലോ. എല്ലാവർക്കും തുല്യമായി 20 വർഷം വീതം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിലും സമത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം തന്നെ. അങ്ങനെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇത് മൂന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. 8ാം പ്രതിക്ക് സ്വാതന്ത്ര്യം, 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് സമത്വം, 1/2 ലക്ഷം രൂപ വീതം പ്രതികളിൽ നിന്ന് വാങ്ങി 5 ലക്ഷം രൂപ എന്ന കനത്ത തുക അതിജീവിതയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് സാഹോദര്യം എന്ന മഹത്തായ ആശയവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇത്രയുമൊക്കെ പോരെ സമൂഹമേ സന്തോഷിക്കാൻ. അതുകൊണ്ട് സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. ഇത്രയുമാണ് എനിക്കിതിനെ വിലയിരുത്താൻ തോന്നിയത്. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഈ ഒരു പോസ്റ്റിനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിക്ക് വെളിയിൽ നടന്ന സംഭവങ്ങളിൽ കോടതി ഇന്ന് അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് താങ്കൾ കേട്ട് കാണുമല്ലോ. ജഡ്ജി ഈ വാദം നടന്ന സമയത്ത്, ഈ ശിക്ഷയിന്മേൽ വാദം നടന്ന സമയത്ത് അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ ശിക്ഷാ വിധി വരുന്ന സമയത്തും തുടക്കത്തിൽ ജഡ്ജി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് പുറത്തു നടക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കുകയില്ല എന്ന്. അവിടെയാണ് ജഡ്ജി പറഞ്ഞത് ഈ പക്ഷപാതപരമായിരിക്കുകയില്ല ശിക്ഷാവിധി എന്ന്, അങ്ങനെ ആകരുതെന്നും പറഞ്ഞു. അതിനോടാണല്ലോ താങ്കളുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് കോടതിക്ക് വെളിയിൽ എന്ത് തരത്തിലുള്ള ഏത് രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായാലും അതൊന്നും കോടതി പരിഗണിക്കുകയില്ല, മുന്നിൽ വരുന്ന തെളിവുകളാണ് കോടതി പരിഗണിക്കുന്നത് എന്നുള്ളത്. ഇതിനുള്ള താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, മുന്നിൽ വന്ന തെളിവുകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കിനി ആ വിധി പകർപ്പൊക്കെ പുറത്തു വന്നാൽ അറിയാമെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റൂ. ഒന്നാമത് ഒരു ഓപ്പൺ കോടതിയിൽ നടന്ന വിചാരണയല്ല, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്ന കാര്യങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇവിടെ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏറ്റവും മിനിമം ശിക്ഷ കൂട്ടബലാത്സംഗത്തിന് കൊടുക്കുന്ന ഏറ്റവും മിനിമം ശിക്ഷ കൊടുക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? എന്തായാലും ഇത് കേട്ടുകേൾവി ഇല്ലാത്ത വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു റേപ്പ്, ഒരു ഗ്യാങ് റേപ്പ് തന്നെയായിരുന്നു, അതിലൊരു സംശയമില്ലല്ലോ. അത് എന്തുകൊണ്ടാണ് ഇത്ര ലഘുവായിട്ട് തോന്നാൻ കാര്യം? ഏറ്റവും ചെറിയ ശിക്ഷ കൊടുക്കാവുന്ന, ഇതിൽ കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, 20 എന്നുള്ള മിനിമാണ്, അതിൽ കുറയ്ക്കാൻ പറ്റൂല. കുറയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി കുറച്ചേനെ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് അതിന്റെ പിന്നിലെ ഒരു ചേതോവികാരം? മാത്രമല്ല പരമാവധി കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് ഈ 5 പ്രതികൾക്കും. അവരുടെ പ്രായം, അവരുടെ കുടുംബ പശ്ചാത്തലം ഇതൊക്കെ പരിഗണിച്ച് ഭയങ്കര മാനുഷികമായിട്ടുള്ള പരിഗണനയാണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ ആക്രമിക്കപ്പെട്ട, ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഇതൊന്നുമില്ലേ? കുടുംബമില്ലേ? സഹോദരനും അമ്മയും ഒക്കെ ഇല്ലേ? ആ കുട്ടിയുടെ പ്രായം പ്രശ്നമല്ലേ? എത്ര ചെറിയ പ്രായത്തിലാണ് ഇത്ര ബ്രൂട്ടൽ? ആ സമയത്ത് വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. അവരുടെ ഭാവി, അവരുടെ കരിയർ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ശരീരം, ഇതിന് പറ്റിയ പരിക്കുകള്, ഇതിനൊന്നും യാതൊരു പരിഗണനയില്ലേ? ഇവിടെയൊന്നും ഈ പറഞ്ഞ മനുഷ്യത്വത്തിനും നമുക്ക് മറ്റു സഹജീവിയോട് കാണിക്കേണ്ട ഒരു എമ്പതിക്കും ഒന്നും ഒരു വാല്യൂവും ഇല്ലേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിലൊക്കെ ഉപരി നിൽക്കുന്നത് ഈ പറഞ്ഞ വമ്പൻ, ഇതൊരു വലയാണെങ്കിൽ ഇതിൽ കുടുങ്ങുന്നത് ചെറിയ മീനുകളും വമ്പൻ സ്രാവുകളൊക്കെ വല പൊട്ടിച്ച് പുറത്തേക്ക് പോകും എന്ന് പറയുന്നത് പോലെ പെടേണ്ടത് ഇവരൊന്നും ആയിരുന്നില്ലോ. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരാളില്ലേ? അയാൾക്ക് എന്ത് കിട്ടി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു തീരുമാനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വന്നു. പിന്നെ ഇതിൽ ആകപ്പാടെ പോസിറ്റീവായിട്ട് പറയാം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വമ്പന്മാര് കൊടുക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാൻ പോകുന്ന ഈ പൾസർ സുനിയെ പോലെയുള്ള ക്രിമിനലുകളായ ഗുണ്ടകൾക്കുള്ള ഒരു സന്ദേശം ഉണ്ട്. കാരണം പെടുന്നത് അവര് മാത്രമായിരിക്കും. ഈ താഴേക്കിടയിൽ കിടക്കുന്ന ഇവരെ പോലത്തെ, പാവങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇവരെ പോലത്തെ താഴെക്കടയിൽ കിടക്കുന്ന ഗുണ്ടകൾ മാത്രമാണ് ഇതിൽ പെടുക. ഈ ആഹ്വാനം കൊടുത്ത അല്ലെങ്കിൽ ഇത് ഏർപ്പാടാക്കിയ ഈ പ്രമുഖര് ഇതിൽ നിന്ന് സുഖമായി ഊരിപ്പോകും എന്നുള്ളതും, അവസാനം ജീവിതവും കുടുംബവും എല്ലാം നഷ്ടപ്പെടുന്നത് ഇവർക്ക് മാത്രമായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് ഇത്തരം ആളുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്ക് സമാധാനിക്കാം. കാരണം ഏറ്റവും മിനിമം ശിക്ഷയാണല്ലോ കിട്ടുക, 20 വർഷം. 20 വർഷത്തിലും കുറെ അവർ അനുഭവിച്ചു തീർത്തത്. 7 വർഷം കണ്ട് ജയിലിൽ കിടന്നത് ഓരോരുത്തരെയും വെച്ചിട്ട് കുറയും. ഒരു 10, 12, 13 പരമാവധി എല്ലാവർക്കും കിട്ടുന്നതാണ് അറിഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലാതെ, ഈ ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലാതെ വേറൊന്നും പോസിറ്റീവായിട്ട് എനിക്കിതിൽ തോന്നുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് എന്താണ് ഇതിൽ സന്തോഷിക്കാനുള്ളത്? നിങ്ങൾ രാത്രി 6 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്നുള്ളതോ?
പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാം? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നീതി വാങ്ങിത്തരാൻ, ഇവിടെ ന്യായം വാങ്ങിത്തരാൻ ഇവിടെ ഒരു കോടതിയും ഉണ്ടാകില്ല എന്നുള്ളതോ? അതായത് നിങ്ങളെ റേപ്പ് ചെയ്തവര് വളരെ സുഖമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടു നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണീര് പൊഴിക്കാം. ഇതാണോ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സന്ദേശം? ഇത്രയൊക്കെ മാത്രമേ നമ്മുടെ പ്രോസിക്യൂട്ടർ നേരത്തെ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞു, ആദ്യത്തെ വിധി വന്ന സമയത്ത്, വിധിയല്ല 8ാം പ്രതിയെ കുറ്റവിമോചിതനാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാള് കത്തി ഉപയോഗിച്ച് കുത്തിക്കൊന്നു, അപ്പം കത്തിയെ ശിക്ഷിക്കുക, കുത്തിയാളെ ഫ്രീ ആയിട്ട് വിടുക, അയാൾ കുറ്റക്കാരനല്ല, കത്തിയാണ് പ്രതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ കിട്ടിയ വർഷങ്ങൾ നമ്മൾ എണ്ണി പരിതമിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഉപയോഗിച്ച്, ഇവരൊക്കെ ടൂളായിട്ട് ഉപയോഗിച്ചൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടല്ലോ, അയാൾക്ക് എന്ത് കിട്ടും? ശരി, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ മഹേഷ് കൂടി ചേരുകയാണ്. മഹേഷ് ഉണ്ട്, അഡ്വക്കേറ്റ് BN ഹസ്കറുമുണ്ട്. മഹേഷ്, ഇതിനകത്ത് ഒരാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സൂത്രധാരൻ, ഇതൊന്നുമില്ലാതെ ഈ കേസ് അവസാനിക്കുകയാണ്. അതായത് ക്ലൈമാക്സിൽ ഒരു സൂത്രധാരൻ ഇല്ല, ഒരു യഥാർത്ഥ വില്ലനില്ല, മറിച്ച് ഈ പറയുന്ന ആയുധം മാത്രമാണ് ഇപ്പോൾ കുറ്റവാളികളായി മാറിയിരിക്കുന്നത്. അവർക്ക് ശിക്ഷ, ആ കുറ്റകൃത്യത്തിന് കിട്ടേണ്ട ശിക്ഷയിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം വരുന്നത് സ്വാഭാവികമാണല്ലോ. വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒന്ന്, കാരണം ഇതൊരു കൊട്ടേഷൻ ഇല്ലാത്ത ഒരു കുറ്റകൃത്യമാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. മഹേഷ്, അല്ല മഞ്ജുഷ, ഇതിനകത്ത് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഉണ്ടായ ഒരു ഞെട്ടലും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ യഥാർത്ഥത്തിൽ ഈ അറ്റ്ലീസ്റ്റ് 1ാം പ്രതിക്കെങ്കിലും ജീവപര്യന്തം, നമ്മൾ തമാശക്കൊക്കെ പറയില്ലേ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്നൊക്കെ, എന്ന് പറയുന്ന പോലെ മരണം വരെ അയാൾ ജയിലിനുള്ളിൽ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഒരു വിധി വരും, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ വരുന്ന എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ കൂടി കാരണം അയാൾക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബന്ധമുണ്ട്. അയാളാണ് ബാക്കി 5 പേരെയും കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾക്കാണ് ഫിസിക്കലി ബന്ധം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരേ തലത്തിൽ ഒരേ ലെവലിൽ ഇയാളുടെ കുറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം എന്നെ ഞെട്ടിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അയാൾ 7.5 വർഷം വിചാരണ തടവുകാരനായിട്ട് നിന്നു. 20 വർഷം കഠിന തടവ് എന്നാണ് പറയുന്നത്, കഠിന തടവ്. ഇപ്പോൾ 7.5 വർഷം സാധാരണ തടവുകാരനെ പോലെ വിചാരണ തടവുകാരനായി കഴിഞ്ഞു. 12.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന പ്രതികളിൽ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് ഈ പൾസർ സുനിയാണ്. അതിനകത്തും പരോളോ അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിനും വളരെ മുമ്പ് തന്നെ ഇയാളെ സമൂഹത്തിൽ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ അർത്ഥം. അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് വിചാരണ നടക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താങ്കളെ വേവലാതിപ്പെടുത്തുന്നില്ല അല്ലേ? അതായത് പൾസർ സുനിയാണ് ഇതിന്റെ സൂത്രധാരൻ എന്നതിലേക്ക് താങ്കൾ പോവുകയാണല്ലേ? അങ്ങനെ തന്നെയാണ് കോടതി വിധി പ്രകാരം? അല്ല മഞ്ജുഷേ, മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം. ഇവിടെ എനിക്ക് ആദ്യം തൊട്ടുള്ള തർക്കം മാസ്റ്റർ മൈൻഡ് ദിലീപാണ് എന്ന് പറയുന്ന വിഷയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് 1 തൊട്ട് 6 വരെയുള്ള കുറ്റവാളികളിൽ എനിക്ക് സംശയമില്ല. അതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ പിക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് മഞ്ജുഷേ. ഇതേ പ്രതി തന്നെ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറ്റപ്രവൃത്തികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിനു മുമ്പ് ഇതേപോലത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഇതേപോലത്തെ വേറെ പല ക്രിമിനലുകളും ഈ ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ക്രിമിനൽ പ്രവൃത്തി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണല്ലോ യൂസ് ചെയ്യുന്നത് ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിന് വേണ്ടി. അല്ല മഞ്ജുഷ, അവിടെ എന്തെന്നറിയോ, അവിടെ ഞാൻ എൻ്റെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു സംശയവുമില്ല ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്രയും ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷേ, ഒരുപാട് കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ ഒരു എത്തിയ ആളാണ്, ഒരു ഉയർച്ചയിൽ എത്തിയ ആളാണ്. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള തണൽ വൃക്ഷങ്ങൾക്കിടയിൽ കൂടി വളർന്നു വന്ന ഒരാളാണ്. അയാൾ വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അയാളൊന്നും ഇതുപോലുള്ളൊരു ചീപ്പായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഏൽപ്പിക്കണമെങ്കിൽ തന്നെ നല്ല ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കുകയേ ഉള്ളൂ. അല്ലാതെ ഇത്രയും
ഒരു കുറഞ്ഞ ഒരു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോലീസ് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള കുറ്റകൃത്യം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെയാണ് പെട്ടെന്ന് പ്രതികളിലോട്ട് ഈ പോലീസുകാർ എത്തിച്ചേരുന്നത്. നമ്മുടെ പോലീസൊക്കെ വളരെ ബുദ്ധിയുള്ള വളരെ കഴിവുള്ളവർ തന്നെയാണ്. അവരെത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് സിമിലർ ആയിട്ടുള്ള ഇതിനു മുമ്പ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ അങ്ങനെയൊക്കെ തന്നെയാണ് പൾസർ സുനിയിലോട്ടും ഈ അന്വേഷണമൊക്കെ എത്തിയത് തന്നെ. പക്ഷെ അങ്ങനെ അവർ എത്തും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഒരു മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധി കൂടിയ ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം ഒന്നും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ പിന്നീട് ദിലീപിനെ പറ്റി മനസ്സിലാക്കുകയും ദിലീപ് ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്ത് സംസാരിക്കാൻ വന്നത്. എന്ന് കരുതി ഞാൻ വീണ്ടും ആണായിട്ട് പറയട്ടെ, 1 തൊട്ട് 6 വരെ കിട്ടിയ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ തീരെ കുറഞ്ഞുപോയി എന്നാണ്. പ്രത്യേകിച്ചും 1-ാം പ്രതിക്ക് ജയിലിനകത്ത് തന്നെ കിടക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം വരെ. അതുപോലെ തന്നെ മഹേഷ് ഒരു കാര്യം കൂടി താങ്കൾ പറയുന്നുണ്ട്, ഇത് ദിലീപ് അല്ല സൂത്രധാരൻ എന്നേ ഉള്ളൂ, പക്ഷെ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്. അത് താങ്കൾ ഇപ്പോൾ ദിവ്യ പറഞ്ഞത് താങ്കളും അനുകൂലിക്കുകയാണ്. ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്. ആ മാസ്റ്റർ മൈൻഡ് ഇപ്പോഴും വന്നിട്ടില്ല. തീർച്ചയായിട്ടും മാത്രമല്ല, ഇത് നോക്കൂ, ഇവർ പറയുന്നത് ഈ പ്രായം, ഈ 6 പേരുടെ പ്രായം, അവരുടെ കുടുംബം, ഇതൊന്നും ക്രൈം ചെയ്യുമ്പോൾ ഇവർ ഓർത്തില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത് ചെറുപ്പക്കാരാണെന്ന് ഓർക്കണ്ടേ? ഇവരെ നന്നാക്കുക എന്നുള്ളതിനേക്കാളേറെ ഇവരെ മാതൃകപരമായിട്ട് ശിക്ഷിച്ചുകൊണ്ട് ഇനി നടക്കാവുന്ന പല ക്രിമിനലുകളും കുറ്റങ്ങളും ഇല്ലാണ്ടാക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഇതിപ്പോൾ ഇതിൽ നിന്ന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കണം. ശരി, ദിവ്യ മഹേഷ് പറയുന്നത് ഈ പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ കിട്ടാതെ പോയതാണ് ഈ വിധിയിലെ തെറ്റായ സന്ദേശം എന്നാണ്. മാസ്റ്റർ മൈൻഡിന്റെ കാര്യം അദ്ദേഹവും വിശ്വസിക്കുന്നുണ്ടെന്ന്, പക്ഷേ ദിലീപ് അല്ല എന്നാണ്. ദിവ്യ അല്ല, ദിലീപ് അല്ലെങ്കിൽ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു ദിലീപ് വളരെ സമർത്ഥനായിട്ടുള്ള വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ദിലീപാണല്ലോ പെട്ടുപോയത്. ദിലീപ് ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പെട്ടുപോയതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഇത്രയും ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ പൾസർ സുനി പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം, ജയിലിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് തന്നെ അയാളെ എങ്ങനെയെങ്കിലും നയപരമായിട്ടോ തന്ത്രപരമായിട്ടോ ഭീഷണി മൂലമോ എങ്ങനെയെങ്കിലും അയാളെ സ്വാധീനിച്ച് സത്യാവസ്ഥ മനസ്സിലാക്കും. ആരാണ് ഇതിന്റെ പിന്നിൽ, ആരാണ് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം അയാൾ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. എന്നിട്ട് സ്വന്തം നിരപരാധിത്വം അദ്ദേഹം പണ്ട് പുറത്തു കൊണ്ടുവരില്ലേ? ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. പോലീസിനെ അറിയിക്കാം, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരാം. ഈ പൾസർ സോനി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാം. എന്തായാലും പൾസർ സോനിയെ പോലെ ഉള്ള ഒരാളെ സ്വാധീനിച്ച് ഈ സത്യം കണ്ടുപിടിക്കാനുള്ള കഴിവും ബുദ്ധിയുള്ള ഒരാളാണല്ലോ ദിലീപ്. എന്തുകൊണ്ട് അയാൾക്കത് ചെയ്യാൻ പറ്റിയില്ല ഇത്രയും കാലമായിട്ടും? ഇനി പോകാൻ പോവുകയാണെന്നാണ്. ഇനി നിയമ നടപടിക്ക് പോകാൻ പോവുകയാണെന്ന് മഞ്ജുഷ് ഞാൻ പറഞ്ഞത് അതല്ല. നിയമ ഒരു ക്രൈം ചെയ്യാത്തത് എന്തെന്നാണ് ചോദിക്കുന്നതിന് തുല്യം. യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ ദിലീപ് അല്ല യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് എങ്കിൽ യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരില്ലേ അയാള്? കാരണം അയാൾ കാരണമല്ലേ ദിലീപ് പെട്ടത്. ആ റിയൽ മാസ്റ്റർ മൈൻഡ് കാരണമല്ലേ ദിലീപ് ഇത്രയും അപവാദം കേൾക്കേണ്ടി വന്നത്, ജയിലിൽ കിടക്കേണ്ടി വന്നത്, ഇപ്പൊ അപവാദം മുഴുവൻ പേറേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ആദ്യം ചെയ്യുന്ന ഈ പൾസർ സോനി എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ദിലീപ് ചെയ്യുന്ന പണി എന്തായിരിക്കും? ഇയാളെ പിടികൂടി ഇയാൾ വഴി അറിയും, അത് തന്ത്രപരമായിട്ടോ ബൈ ഫോഴ്സോ എങ്ങനെയായാലും ഇയാളെ പിടികൂടി ഇയാൾ വഴി ഇയാളുടെ പിന്നിൽ കളിച്ച ആ മാസ്റ്റർ മൈൻഡിനെ വെളിച്ചത്ത് കൊണ്ടുവരില്ലേ ദിലീപ്? അയാൾ ഭയങ്കര സമർത്ഥനല്ലേ, ബുദ്ധിമാനല്ലേ, സ്വാധീനമുള്ള ആളല്ലേ? എന്തുകൊണ്ട് ദിലീപിനത് ചെയ്യാൻ പറ്റിയില്ല? കാരണം വേറൊരു മാസ്റ്റർ മൈൻഡ് ഇല്ല. അയാൾ തന്നെയാണ് യഥാർത്ഥ മാസ്റ്റർ മൈൻഡ്. അതുകൊണ്ടാണ്. അല്ല, പക്ഷേ അതിൽ സ്വന്തം നിരപരാധിത്വം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഈ കാലം അത്രയും ദിലീപ്. അതുകൊണ്ടും ആകാമല്ലോ ദിവ്യ. ആ നിരപരാധിത്വം എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരികയാണ്, ഞാൻ എല്ലാ രീതിയിലുള്ള ചീത്തപ്പേരും കേൾക്കേണ്ടി വരികയാണെങ്കിൽ എനിക്കൊരു അവസരം കിട്ടി, ഞാൻ ആദ്യം എന്ത് ചെയ്യും? ആ യഥാർത്ഥ കൊലപാതകയെ കണ്ടുപിടിക്കും, അയാളെ വെളിച്ചത്ത് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ പറയും ഇതാ ഞാനല്ല ചെയ്തത്, ഇയാളാണ് ചെയ്തത് എന്ന് പറയും. അതല്ലേ? അങ്ങനെയല്ല അതിന്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതി. അതല്ലേ? പക്ഷേ അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല മഞ്ജുഷ, അതിനുമ്പ് ഒരു മിനിറ്റ് അസ്കർ സാറിനോട് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് മഞ്ജുഷ്.
മഞ്ജുഷ ഇത് ശരിക്കും ക്രൈം ചെയ്യാത്തതിന് എന്തുകൊണ്ട് ക്രൈം ചെയ്തില്ല എന്ന് പറയുന്നത് ചോദിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ അതായത് ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, എൻ്റെ കുടുംബത്തിൽ ഒരാൾ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ സ്വയം ഇറങ്ങിയാണോ അന്വേഷണം നടത്തേണ്ടത്? അങ്ങനെയാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ എന്തിനാണ്? അപ്പം ശരിക്കും ഇതിവിടെ ഇപ്പോൾ ദിവ്യ ചോദിച്ചത് ഒരു തെറ്റ് എന്തുകൊണ്ട് ദിലീപ് ചെയ്തില്ല, അങ്ങനെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം നടത്തിയില്ല എന്ന് പറയുന്നത് അത് ശരിക്കും തെറ്റ് തന്നെയാണ്. പുറത്തു വന്നതിന് ശേഷം അതിന്റെ ജോലി പോലീസിനാണ്. സത്യം അന്വേഷിക്കേണ്ട ജോലി പോലീസിനാണ്. പോലീസിനാണ് അതിന്റെ ജോലി. സത്യം അന്വേഷിക്കേണ്ട നമ്മൾ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരാണ്. പൾസർ സോനി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒളിക്യാമറ വെച്ച് നമ്മുടെ ഒരു പ്രമുഖ ചാനലിൽ അതിനേക്കാൾ സുഖകരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ദിലീപ്. സത്യം കൊണ്ടുവരാൻ വേണ്ടി അയാൾക്ക് ഏതറ്റം വരെ പോകാൻ പറ്റും ഇല്ലേ? പക്ഷെ അങ്ങനെ യാതൊരു അറ്റംപ്റ്റും അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. യഥാർത്ഥ മാസ്റ്റർ മൈൻഡിനെ കണ്ടുപിടിക്കാനുള്ള യാതൊരു ശ്രമവും ദിലീപിന്റെയോ കൂട്ടാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരു സൂചന പോലെ അയാൾക്ക് തരാനും പറ്റിയിട്ടില്ല. താങ്കൾ ഈ വാദത്തോട് യോജിക്കുന്നുണ്ടോ? ദിവ്യയുടെ ഈ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല മഞ്ജുഷ്, ഇതിൽ ഏറ്റവും വലിയൊരു ആഘാതം ഈ വിധി കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും നൽകിയിട്ടുള്ള ഒരു വലിയ ആഘാതം എന്നത് നമ്മുടെ നിയമ സംഹിതയെക്കുറിച്ച് അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളെ കുറിച്ച് പരിമിതമായ അറിവോ അല്ലെങ്കിൽ നിയമത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള അപക്വമായ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ടാണ് നാം ഈ വിധിയെ പലരും സമീപിക്കുക. നമുക്കൊരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിലെ കുറ്റവാളിയെ വളരെ കാഠിന്യമുള്ള ശിക്ഷകൾ നൽകണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമായിട്ടുള്ള എല്ലാ ബുദ്ധി പരിമിതികൾക്കും അപ്പുറം അല്ലെങ്കിൽ ഭാവനകൾക്കും അപ്പുറം നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ക്രിമിനൽ ട്രയലിന്റെ ലക്ഷ്യം എന്നുള്ളത് സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മുടെ പൊതുസമൂഹത്തിന് അവബോധം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ശിക്ഷിക്കപ്പെടണം എല്ലാവരും എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റായ ധാരണകളാണ്. എങ്ങനെയാണ് ഒരു ക്രിമിനൽ ട്രയൽ നടക്കുക എന്നുള്ളത് ആണ് ഏറ്റവും അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്. ഒരു വസ്തുതയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആദ്യമായി ഒരു വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്തണം. ആ വസ്തുതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ട് കാരണം കൂടി പ്രോസിക്യൂഷന് ചെയ്യാനുണ്ട്. ആ വസ്തുത എന്ന് പറയുന്ന ആ വസ്തുതയുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആ വസ്തുത എങ്ങനെ സ്വീകാര്യമാകുന്നു എന്നുള്ളത് കൂടി ബോധ്യപ്പെടണം. അത് നിയമപരമാണോ എന്നുള്ളത് മൂന്നാമതായി ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആ വസ്തുതയെ സംബന്ധിച്ച് കോടതിക്ക് വിശ്വസനീയമായി എടുക്കാൻ കഴിയൂ. അങ്ങനെയാണ് ഒരു ക്രിമിനൽ ട്രയൽ മുന്നോട്ട് പോകാറുള്ളത്. ഇവിടെ ദിലീപ് 8ാം പ്രതി എന്ന നിലയിൽ ദിലീപിനെ വെറുതെ വിട്ടതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. എന്നെ പോലുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെതിരെ ദിലീപ് ഈ കേസ് തുടങ്ങുന്ന ഘട്ടം മുതൽ ദിലീപിനെതിരെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഡിസംബർ 8-ന് ശേഷം ദിലീപിനെതിരെ വർത്തമാനം പറയുന്നത് നിയമപരമായി ശരിയല്ല എന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ ദിലീപ് ഈ കുറ്റകൃത്യത്തിന്റെ സൂത്രധാരൻ ദിലീപോ അല്ലെങ്കിൽ മറ്റാരോ ആയിക്കൊള്ളട്ടെ, അത് നിയമപരമായി കോടതി മുമ്പാകെ തെളിയിക്കുന്നതിന് വസ്തുതാപരമായി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന സംഗതി തുറന്ന് സമ്മതിച്ചുകൊണ്ട് വേണം നമുക്കിതിനെ സമീപിക്കുന്നതിന്. അത് ഒരാൾ നിരപരാധിയാക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സർവസ്വതന്ത്രനായി മാറപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുതയും യാതൊരു തരത്തിലുള്ള വിമർശനത്തിന് വിധേയനാകാൻ പാടില്ല എന്ന വസ്തുതയും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ പരിണിത പ്രജ്ഞരായിട്ടുള്ള അഭിഭാഷകരടക്കമുള്ളവർ നിലവിളിക്കുകയാണ് ഈ ദിലീപിനെ വെറുതെ വിട്ടതിന്. ഇപ്പോ വന്നിരിക്കുന്ന ശിക്ഷാവിധിയെ സംബന്ധിച്ചാണ് ഏറ്റവും അതിജീവിതയ്ക്ക് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ അതിനൊപ്പം നിൽക്കുന്നതിൽ എന്ത് തകരാറാണുള്ളത്? ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അതിൽ പല ഘടകങ്ങളും അതിന്മേലുണ്ട് എന്ന് താങ്കൾക്കും സമ്മതിക്കാമല്ലോ. ദിലീപിന്റെ സ്വാധീനം, അത് അദ്ദേഹത്തിന് പ്രഗത്ഭനായ അഭിഭാഷകനെ വെക്കാൻ കഴിഞ്ഞു. തെളിവുകൾ, തനിക്കെതിരെ വരുന്ന തെളിവുകളെ ആ രീതിയിൽ ഖണ്ഡിക്കുന്നതിന് സമർത്ഥമായിട്ട് അഭിഭാഷകരുടെ ഒരു പടയെ തന്നെ ഉപയോഗിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ടു. താങ്കൾ പറയുന്നുണ്ടല്ലോ പ്രോസിക്യൂഷന്റെ പരാജയമാണെന്ന്. എന്നുവെച്ച് ഈ വെറുതെ വിട്ട സമയത്ത് ഇനി സർവ്വസ്വതന്ത്രനായിട്ട് വിഹരിക്കുന്ന ദിലീപിനൊപ്പമേ നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ലല്ലോ. ഹസ്കർ, അങ്ങനെ എന്തിനാണ് അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തുന്നത്? അല്ല മഞ്ജുഷ്, ഇതിൽ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു സിസ്റ്റമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നത്. സിസ്റ്റത്തിന്റെ കഴിവും ആ പ്രാപ്തിയും നമുക്ക് ഒരുപക്ഷെ ദിലീപിന്റെ സമ്പന്നതയോ
ദിലീപിന്റെ സ്വാധീനത്തിനോ എത്രയോ വലുതായിരുന്നു എന്ന് നാം കാണണം. മാത്രമല്ല, കോടതി മുമ്പാകെ എത്തപ്പെട്ടുള്ള തെളിവുകൾ, ആ തെളിവ് ഇപ്പോഴും നമുക്ക് വിധിപ്പകർപ്പ് ലഭിച്ചിട്ടില്ല, വിധിപ്പകർപ്പ് വായിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ ലഭിച്ച തെളിവുകൾ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നതിന് ദിലീപിന് പര്യാപ്തമല്ല എന്ന കണ്ടുപിടുത്തമായിരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ദിലീപ് നിരപരാധിയാണ് എന്ന രീതിയിലായിരിക്കില്ല ആ വിധിന്യായത്തിലുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഈ ദിലീപ് 8-ാം തീയതി വെറുതെ വിട്ടതിനെ തുടർന്ന് മലീഷ്യസ് പ്രോസിക്യൂഷൻ നൽകും എന്ന വാദം ഉന്നയിക്കുമ്പോൾ അത് നിലനിൽക്കുമോ എന്ന സംശയവും സന്ദേഹവും പ്രകടിപ്പിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. മറിച്ച് ഇപ്പോൾ ലഭിച്ച ശിക്ഷയെ സംബന്ധിച്ചാണ്. ശിക്ഷ ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ കൃത്യം. നമുക്കറിയാം, ഗോവിന്ദചാമി വളരെ വേദനാജനകമായിട്ട് ഉള്ള ഒരു കുറ്റകൃത്യത്തിൽ ഇടപെട്ടിട്ടുള്ള അതിക്രൂരനും നിഷ്ഠൂരനുമായിട്ടുള്ള ഒരു കുറ്റവാളിയായിരുന്നു ഗോവിന്ദചാമി. പക്ഷെ സുപ്രീം കോടതി ആ വിധിയെ പരിശോധിച്ചതും സുപ്രീം കോടതിയിൽ കൊലപാതകം നിലനിൽക്കില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തത് അതിസൂക്ഷ്മമായിട്ടുള്ള എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു തെളിവ് നിയമത്തിന്റെ കൂടി പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി നമുക്ക് പരിശോധിക്കാൻ, ഇപ്പോഴും വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന, ഇപ്പോഴും ഓരോ തവണ വീണ്ടും ആവർത്തിച്ചു വായിക്കുമ്പോൾ പുതിയ തലങ്ങളിലേക്ക് പോകുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ തെളിവ് നിയമം എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു പുസ്തകമാണ്. പക്ഷെ നാളിതുവരെ ഒരു 50 കൊല്ലം അഭിഭാഷക വൃത്തി ചെയ്യുന്ന ആളുകൾക്ക് പോലും അതിന്റെ സമഗ്രതയും അതിന്റെ സൂചനകളെയും സംബന്ധിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ഓരോ ദിവസവും വരുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതികൾ എങ്ങനെയാണ് ഒരു പ്രതി കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷയെ സംബന്ധിച്ചാണ്. ശിക്ഷ നമുക്ക് ആഗ്രഹമുണ്ട് പൾസർ സുനിയെ ഇപ്പൊ തന്നെ തൂക്കിക്കൊല്ലണമെന്ന്. പക്ഷേ പൾസർ സുനിയെ തൂക്കിക്കൊല്ലാൻ ഇന്ത്യൻ നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ കുറ്റകൃത്യം ആ രീതിയിലല്ല കേട്ടോ, ആ രീതിയിലല്ല വിമർശനം വരുന്നത്. കൂട്ടബലാത്സംഗത്തിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് നൽകിയത് എന്നതാണ്. അതാണ് വിമർശനമായിട്ട് വന്നത്. അതിനെ വിമർശിക്കാൻ പാടില്ലെന്നേ, അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല. കാര്യം 20 കൊല്ലം ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഒരു മനുഷ്യ ആയുസിനെ സംബന്ധിച്ചിടത്തോളം. രണ്ട്, ഒരുപക്ഷെ അതിജീവിതയ്ക്കേറ്റ ആഘാതം അതിനേക്കാൾ എത്രയോ വലുതാണ്. അവരുടെ ജീവിതാവസാനം വരെ പിന്തുടരുന്ന ഒരു വലിയ ട്രോമയാണ് അവർ നേരിട്ടിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. പക്ഷെ നിയമം പരിശോധിക്കുമ്പോൾ ഒരു കോടതിക്ക് ചെയ്യാൻ കഴിയുക, സുപ്രീം കോടതിയുടെ വിവിധ വിധിന്യായങ്ങളുണ്ട്. ഒരു പ്രതിയുടെ പ്രായം എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഇന്ത്യയിലെ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ റിഫർമേറ്റീവ് തിയറിയാണ്. ഒരു കുറ്റവാളിയെ ജയിലിൽ അടച്ച് അയാളെ ജീവിതകാലം മൊത്തം പോറ്റുക എന്നുള്ളതല്ല നിയമം പറയുന്നത്. മറിച്ച് ആ കുറ്റവാളിയിൽ മാനസാന്തരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിയമം പരിശോധിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ വധശിക്ഷയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാട് പലപ്പോഴും ഉയർന്നു വരുന്നത് മുറവിളികൾ കേൾക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം. വധശിക്ഷ ഇന്ത്യൻ നിയമത്തിന് അനുവാദമായി ചേർന്നു നിൽക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് 20 കൊല്ലം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. രണ്ട്, കോടതികൾ എപ്പോഴും പരിശോധിക്കുക എന്ന് പറയുന്നത് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിയെ കേൾക്കുക എന്ന് പറയുന്ന സുപ്രധാനമായ ഒരു നിയമ നടപടിക്രമമുണ്ട്. ആ കേൾക്കുമ്പോൾ കോടതി പ്രതിക്ക് പറയാനുള്ളത് കേൾക്കും. പ്രതിക്ക് പറയാനുള്ളത് എന്ന് സംബന്ധിച്ചത് പ്രതിയുടെ ജീവിത പശ്ചാത്തലമെന്നും പ്രതിയുടെ പ്രായം, പ്രതിയെ ആശ്രയിച്ചു കഴിയുന്ന മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ, ഇതൊക്കെ കൂടി പരിശോധിച്ചിട്ടാണ് കോടതി ഒരു ശിക്ഷയിലേക്ക് കിടക്കുക. 20 കൊല്ലം ശിക്ഷ ലഭിച്ചത് അല്ലാതെ ജീവപര്യന്തം ശിക്ഷിച്ചില്ലല്ലോ എന്നത് കണക്ക്. ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്, ജില്ലാ കോടതികൾക്ക് ഇക്കാര്യത്തിൽ ഒരു പരിമിതിയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടുകളായിട്ടുള്ള ഹൈക്കോടതിക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിക്കും ഇതിനപ്പുറം വിധിക്കുന്നതിന് കഴിയും. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രതികൾക്ക് യാതൊരു തരത്തിലുള്ള പരോളും നൽകാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, റെമിഷൻ. ഈ കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 365 ദിവസം ഒരു വർഷമുണ്ടെങ്കിലും അവധി ദിവസങ്ങളൊക്കെ ഒഴിവ് ചെയ്തിട്ട് ഒരു 300 ദിവസം കൂട്ടുമ്പോൾ 300-ഓ 310-ഓ ദിവസമാകുമ്പോൾ ഒരു വർഷമായി കണക്കാക്കുന്ന രീതിയിലാണ് പ്രിസൺ ആക്ടും റൂളും പറയുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പ്രതിക്ക് 20 കൊല്ലം ശിക്ഷ എന്ന് പറയുമ്പോൾ ഒരു 16 കൊല്ലം 17 കൊല്ലം ഒക്കെ കഴിയുമ്പോൾ അയാൾ ജയിൽ മോചിതനാവുന്നതിന്റെ സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇത് അപ്പീൽ കോടതിയിൽ ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭരണഘടനാ കോടതി എന്ന നിലയിൽ ആ കോടതിക്ക് എടുക്കാൻ കഴിയുന്ന മറ്റൊരു തീരുമാനമുണ്ട്. ഈ റെമിഷൻ അടക്കം മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷയിൽ അടക്കം
പുതിയ പുനഃക്രമീകരണം നൽകുന്നതിനുള്ള അധികാരം ഹൈക്കോടതികൾക്കുണ്ട്. പക്ഷേ ജില്ലാ കോടതികളുടെ പരിമിതമായ ശരി ദിവ്യ, അതാണ് ഹസ്കർ പറയുന്നത്. ശിക്ഷയാണ് നൽകിയെന്നാണ് എന്റെ അല്ല, പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സെഷൻസ് കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നു എന്നാണ്. പക്ഷേ ഇതൊരു സമത്വ സുന്ദര വിധി എന്നാണല്ലോ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരേ രീതിയിൽ വിധി വീതിച്ച് നൽകുകയുണ്ടായി, അതും കുറഞ്ഞ ശിക്ഷ. ആരോടാണ് ദിവ്യ? എന്റെ പോസ്റ്റിന്റെ ട്യൂൺ മനസ്സിലായില്ല. അല്ല, അതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്, അതിലെ വിമർശനം തന്നെയാണ് ഞാൻ പറഞ്ഞത്. യെസ്, അതെ, അത് നമ്മളിപ്പം ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്, കൂടുതൽ പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൽ ഇനി അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടി ഇനിയും എന്തൊക്കെ കടമ്പകളിലൂടെ കടന്നു പോകണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ തന്നെ അവർ പലപ്പോഴായിട്ട് പറയുകയുണ്ടായി, ആ 2 മണിക്കൂർ ആ വാഹനത്തിൽ വെച്ച് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ പീഡനം അവർ ഈ കോടതി മുറിക്കുള്ളിൽ അനുഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പ്രതിയുടെ വക്കീൽമാരുടെ കീറിമുറിക്കൽ, ചോദ്യം ചെയ്യൽ, മാനസിക പീഡനം, ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. ഇനിയും ഇതേ അവസ്ഥയിലൂടെ ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേ പീഡനങ്ങൾ, ഇതേ ചോദ്യം ചെയ്യൽ, ഇതിലൂടെ എല്ലാം അവർ കടന്നു പോകേണ്ടി വരില്ലേ? മാത്രമല്ല 75 ലക്ഷം രൂപയോളം അവർക്ക് ചെലവായി എന്നുള്ളതാണ് അവരുടെ തന്നെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി സ്റ്റേറ്റ് ആണ് കേസ് വാദിക്കുന്നത്, പ്രോസിക്യൂഷൻ ആണ് കേസ് വാദിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും മറ്റു ചെറിയ ചെറിയ ഏതൊക്കെയോ കേസുകളുടെ പേരിൽ 75 ലക്ഷം രൂപയോളം അവർക്ക് ചെലവാക്കേണ്ടി വന്നു. ഇതേപോലത്തെ സാമ്പത്തിക ചെലവ് അവരിനി ഹൈക്കോടതിയിൽ പോകുമ്പോഴും താങ്ങേണ്ടി വരില്ലേ? അപ്പൊ ഇതൊക്കെ നമുക്ക് അതിനുശേഷം വരുന്ന വിധി എന്തോ ആവട്ടെ, ചിലപ്പോൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള വിധി വരുമായിരിക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷെ അതുവരെ ഈ അതിജീവിത കടന്നു പോകേണ്ടി വരുന്ന ഒരു കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നിയമ സംവിധാനം പരിഷ്കരിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള കടുത്ത ട്രോമയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി, ആ വ്യക്തിയെ വീണ്ടും ഒരു കോടതിയുടെ കൂട്ടിൽ പിടിച്ചിട്ടിട്ട് വീണ്ടും അതേ അവസ്ഥ വീണ്ടും അനുഭവിപ്പിക്കുകയാണ്. ആ ഓർമ്മകളിൽ നിന്ന് ഒരു മോചനം ഇല്ല, വീണ്ടും ഇത് മുഴുവൻ ഓർത്തോർത്ത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കേണ്ടതില്ലേ? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഷ്കരണം കൊണ്ടുവരേണ്ടതില്ലേ? ഒരു തവണ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ജഡ്ജിക്കോ ഇത് കൃത്യം മൊഴി കൊടുത്തതിന് ശേഷം പിന്നെ അവരെ ഈ രംഗത്തിലേക്ക് വലിച്ചഴക്കാതിരിക്കുക എന്ന് ചെയ്യേണ്ട ഒരു മിനിമം മാനുഷിക പരിഗണനയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതില്ലേ? വേണമെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് അഡ്വക്കേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഉണ്ട്, അവർ വിശദീകരിക്കട്ടെ കാര്യങ്ങൾ. ഈ പ്രതിയുടെ വക്കീലന്മാർക്ക് ഇവരെ കീറി മുറിക്കാനുള്ള, ചോദ്യം ചെയ്യാനുള്ള, മാനസിക പീഡനം നടത്താനുള്ള അവസരം നമ്മുടെ ജുഡീഷ്യറി ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാചീനവും ഹീനവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ, ഇപ്പം അദ്ദേഹം പറയുണ്ടായി, സിവിലൈസ്ഡ് സമൂഹത്തിൽ ഇപ്പം തൂക്കിക്കൊല്ലാൻ പാടില്ല, വധശിക്ഷയൊക്കെ ഇല്ലാതെ ആയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ആദ്യം നമ്മൾ സംസ്കാരം കാണിക്കേണ്ടത് ഈ ഒരു വിഷയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ബ്രൂട്ടലായി റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടികളെ കോടതിയിൽ കൊണ്ടുവച്ചിട്ട് വിചാരണ ചെയ്യുന്ന ഈ പരിപാടി ഇത് അവസാനിപ്പിക്കണം. ഇത് ഒരു തവണ അവര് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ മൊഴി കൊടുക്കുക, വിശദമായ കാര്യങ്ങൾ പറയാം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവരെ വിചാരണ ചെയ്യാൻ വേണ്ടി കോടതി കൂട്ടിൽ നിർത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം. അതിനുശേഷം നമുക്ക് ബാക്കി വിധിയെക്കുറിച്ചോ ഇതിൽ കിട്ടുന്ന നീതിയെക്കുറിച്ചോ ഒക്കെ സംസാരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ സിനിമ നടീനടന്മാരുടെ സംഘടനയായ അമ്മയിൽ നിന്നൊരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിജീവിതയ്ക്കൊപ്പമാണെന്നാണ് അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പറയുന്നത്. പ്രതികൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ശിക്ഷ പോരെന്നും അപ്പീൽ പോകണം എന്നുമാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. ഇവിടെ ദിവ്യ, ഈ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രതികൾക്ക് ഈ ശിക്ഷ വന്നപ്പോൾ ആ ശിക്ഷ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ ദിലീപിനെ സൗകര്യപൂർവ്വം ഇവരെല്ലാം മാറ്റി നിർത്തുകയാണ്. കാരണം ദിലീപിൻ്റെ കാര്യം കഴിഞ്ഞു, ദിലീപിനെ വെറുതെ വിട്ടു. അതിലേക്ക് ശ്രദ്ധ പോകേണ്ട. അതിജീവിതയ്ക്ക് നീതി കിട്ടാത്തതിന് കാരണം ഈ പറയുന്ന കുറ്റവാളികൾക്ക് 6 പേർക്ക്, കോടതി കണ്ടെത്തിയ 6 പേർക്കുള്ള ശിക്ഷ കുറഞ്ഞു പോയത് കൊണ്ടാണെന്ന്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ പ്രതികരണം വരേണ്ടത് അമ്മയിൽ നിന്നൊക്കെ? ശരിക്കും അവിടെ എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്നതിലുള്ള അഭിപ്രായ പ്രകടനമല്ലേ വരേണ്ടത്? അല്ല, 8-ാം തീയതി അവരൊന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ. 8-ാം തീയതി അവര് വിധി മാനിക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഇല്ല.
പിന്നെ ഇത് ഞെട്ടിക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം അമ്മ എന്താണെന്നുള്ളത്, അമ്മ എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല, AMMA എന്താണെന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം ഈ സ്ത്രീ നേതൃത്വം വന്നു എന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് വന്നത്? ഇത് അങ്ങേയറ്റം നാണവും മാനവും കെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുന്ന സമയത്ത് ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് നടത്തിയ ബ്രൂട്ടൽ റേപ്പ് പുറത്തു വരികയും അയാള് രാഖി രാമാനെ രാജിവെച്ച് പോവുകയും പിന്നെ അതിനെ തുടർന്നുണ്ടായ മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ ഇവരുടെ ഒക്കെ തൈനിറം പുറത്തു വന്നു. അവസാനം നാണവും മാനവും കെട്ട് മോഹൻലാലടക്കം എല്ലാവരും രാജിവെച്ച് പോയി. ആ സമയത്ത് കംപ്ലീറ്റ് ഡെഡായി, സംഘടന ഡെഡായി. പിന്നെ ഇതിനെ എങ്ങനെയും പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒരു മുഖം മൂടി അണിഞ്ഞേ വരാൻ പറ്റുള്ളൂ. അതിന് കണ്ടുവച്ചൊരു മാർഗമാണ് സ്ത്രീ നേതൃത്വം എന്ന് പറയുന്നത്. അങ്ങനെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഒക്കെ അടക്കമുള്ള ഒരു നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പൊ സംഘടന വേറൊരു ഘടനയോടുകൂടി വന്നിരിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ സത്യം അതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ പഴയ ആൾക്കാർ തന്നെയാണ്, പഴയ പുരുഷാധിപത്യ സംവിധാനം തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇവരൊക്കെ വെറും പപ്പറ്റ് ആയിട്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് 8-ാം തീയതിയിൽ ഉണ്ടായ നിശബ്ദതയുടെ പിന്നിലെ കാര്യം. ശരിയുമാണല്ലോ, 8-ാം തീയതി ആ ഒരു നിശബ്ദത കണ്ടു. ഇപ്പോൾ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കുറവായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് പറയുന്നു. അപ്പോൾ സൗകര്യമായല്ലോ. ദിലീപിനെ ഇനി അങ്ങോട്ട് ദിലീപിനെ വെറുതെ വിട്ട കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനവും ഇതിൽ വേണ്ട. പിന്നെ ദിലീപിനെ തിരിച്ചെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ പിന്നീട് എന്നൊക്കെ പറഞ്ഞ് ഒഴിയാമല്ലോ. അത് അപ്പോൾ തന്ത്രപരമായ ഒരു സമീപനമാണല്ലോ അമ്മയുടേതായിട്ട് വന്നിരിക്കുന്നത്. അതെ, തന്ത്രം തന്നെയാണ്. ഇപ്പൊ ഇവർക്കൊന്നും ചോദിക്കാനും ആരുമില്ലല്ലോ. മഹേഷ്, അല്ല, ഇപ്പോൾ അമ്മയുടെ നിലപാടാണ് പറഞ്ഞത്, താരസംഘടനയുടെ, സിനിമാ നടീനടന്മാരുടെ സംഘടനയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന് അമ്മ ശ്വേതാ മേനോൻ പ്രതികരിച്ചിരിക്കുകയാണ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല, അതിന് കാരണം ഈ കുറ്റവാളികൾക്കുള്ള ശിക്ഷ കുറഞ്ഞു പോയതാണെന്ന്. 8-ാം തീയതി ഈ ദിലീപിനെ വെറുതെ വിട്ടതിൽ ഒരു അഭിപ്രായ പ്രകടനമില്ല. അപ്പോൾ തെറ്റ് അല്ല, അപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണോ ഇല്ലയോ എന്നില്ല. ദിലീപിനെ വെറുതെ വിട്ടതിനകത്ത് നോക്കൂ, ദിലീപിനെ വെറുതെ വിട്ടതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കുറ്റപത്രം നമ്മുടെ കയ്യിൽ കിട്ടണം. മഞ്ജുഷ ഏത് അടിസ്ഥാനത്തിലാണ് ആ കുറ്റപത്രം ഒന്ന് വായിക്കാതെ എന്തുകൊണ്ട് ദിലീപിന് പറയട്ടെ, മഞ്ജുഷ ചോദിച്ചില്ല, ഞാൻ പറയട്ടെ, അത് വായിക്കാതെ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കണമെന്ന് അറിയാതെ, ദിലീപിൻ്റെ യഥാർത്ഥത്തിലുള്ള ഈ കേസുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാതെ മഞ്ജുഷ എങ്ങനെയാണ് ദിലീപ് എന്ന് വീണ്ടും പറയുന്നത്? കോടതിയാണ് വെറുതെ വിട്ടത്, അല്ലാതെ അമ്മ അസോസിയേഷനോ ഞാനോ നിങ്ങളോ ഒന്നും അല്ല. കോടതിയാണ് വെറുതെ വിട്ടത്. അവിടെ ഈ സ്റ്റേറ്റിന് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അവർ ഇതെല്ലാം വായിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെന്നേ. നമ്മളിപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് അമ്മയുടെ തലയെ കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായ ബോധ്യമുള്ളവർ ദിലീപിന് അനുകൂലമായിട്ട് ഈ പറയുന്ന അസോസിയേഷൻസ് ഏതാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ദിലീപ് എന്തായാലും അമ്മയിലോട്ട് വരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത് ദിലീപിൻ്റെ തീരുമാനം, അല്ലാതെ അമ്മ അസോസിയേഷൻ വിളിക്കാഞ്ഞിട്ടൊന്നുമല്ല. ദിലീപ് അമ്മയിലോട്ട് വരും എന്ന് എനിക്ക് ദിലീപിൻ്റെ ഒരു തീരുമാനം വെച്ചിട്ട് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ. പക്ഷേ ഫെഫ്കയിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ അദ്ദേഹം വരാം, കാരണം അദ്ദേഹം ഒരു നിർമ്മാതാവും കൂടെയാണ്, അദ്ദേഹം ഒരു ടെക്നീഷ്യനാണ്, അദ്ദേഹം ഇത് പറയുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിലെ മെമ്പറായിരുന്നു, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തിയേറ്ററുണ്ട്, അത് ഇതിലൊക്കെ വരാം. പക്ഷേ ഇതൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. നിങ്ങളിപ്പോൾ ഇവിടെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യാൻ നോക്കുന്നത്? ദിലീപിൻ്റെ വീട് ഇപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട അസ്കർ പറഞ്ഞത്? അസ്കർ സാറ് പറഞ്ഞത് 8-ാം പ്രതിയെ എതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം 8-ാം തീയതിക്ക് ശേഷം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറാവാതെ വരുന്നു. എന്തുകൊണ്ട്? നീതിന്യായത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുള്ളതുകൊണ്ട്. നിങ്ങൾക്ക് അതിനുള്ള സഹിഷ്ണുത പോലില്ല. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ എന്താണ് ഇന്ന് ഒരു പ്രമുഖ ചാനലിനെതിരെ എന്താണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഈ ദിലീപിൻ്റെ വക്കീൽ? എന്താണ് അതിന് കാരണം? ഏതാണ്ട് 1.5 വർഷക്കാലോളം വൈകുന്നേര ചർച്ചയ്ക്ക് ഒന്നുമില്ലാണ്ട് ഈ ചർച്ച തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അതിനെന്താണ് കാരണം? അല്പം സ്വല്പം എന്തോ തുക ചോദിച്ചത് കൊടുക്കാത്തതിൻ്റെ കെറിവ്. അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള കാരണമുണ്ടെന്നേ ഇതിനെതിരെയൊക്കെ സംസാരിക്കാനും പിടിക്കാനും ഒക്കെ. എന്തായാലും ഇപ്പോൾ വരുമല്ലോ വിധി. ഇപ്പോൾ ഏത് നിമിഷം നമ്മുടെ കയ്യിലെത്താം. യഥാർത്ഥത്തിലെ കാര്യം പറഞ്ഞിട്ട് പ്രതികരിച്ചാൽ പോരെ, ഒരാളെ കുറ്റവാളിയാക്കിയാൽ പോരെ. ഈ 8.5 വർഷം പറഞ്ഞുകൊണ്ടിരുന്നില്ല അദ്ദേഹമാണ് കുറ്റവാളി, അദ്ദേഹമാണ് ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന്. ഇനിയൊരു 8 മണിക്കൂർ പോലും വേണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ വിധി അറിഞ്ഞിട്ട് എന്താണ് എന്ന് സംസാരിക്കേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയാൻ. അതുവരെ ഒന്ന് വെറുതെ ഇരിക്കുക, അതല്ലേ വേണ്ടത്.
ശരി, ദിവ്യ, അതിനുള്ള മറുപടി അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിധി പകർപ്പ് പുറത്തു വരുന്നതുവരെ കാത്തിരിക്കുമെന്നാണ്. പക്ഷെ അതിലിനി എന്ത് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ്? തെളിവുകൾ എന്തായാലും കോടതിക്ക് മുന്നിൽ വന്നത് വിശ്വസനീയമല്ല. ആ ഒരു കാരണം പറഞ്ഞായിരിക്കുമല്ലോ വെറുതെ വിട്ടിട്ടുണ്ടാവുക. അതെ, ഇനിയിപ്പൊ അത് നമ്മളിപ്പോ എത്ര 10,500 പേജുള്ള സാധനം എന്ന് പറയുന്നത്, അതൊക്കെ കുത്തിയിരുന്ന് വായിച്ചു നോക്കിയാ, വായിച്ചിട്ട് എന്താണ് കാര്യം? എന്തെങ്കിലും മാറ്റപ്പില്ല സംഭവിക്കാൻ പോകുന്നുണ്ടോ? അപ്പം ഇനി നമ്മളിപ്പോ നമ്മുടെ മുന്നിലുള്ള ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമാണ്. ഹൈക്കോടതിയിൽ നമുക്ക് നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ലേ നമ്മുടെ മുന്നിലുള്ള മാർഗമുള്ളൂ. ഹൈക്കോടതിയിൽ ഈ പറഞ്ഞ തെളിവുകൾ കുറച്ചുകൂടി ശക്തമായ രീതിയിൽ തെളിവുകൾ സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പുതിയ തെളിവുകൾ കൂടി സംഘടിപ്പിക്കുക, അത് പ്രസന്റ് ചെയ്യുക, നല്ല രീതിയിൽ വാദിക്കുക, പ്രോസിക്യൂഷൻ ശക്തമായിട്ട് വാദിക്കുക. ഒരുപക്ഷെ അതിജീവിതയും ഒരു വേറെ വക്കീലിനെ വെക്കേണ്ടി വരുമായിരിക്കും, പ്രോസിക്യൂഷൻ അഡീഷൻ ടു പ്രോസിക്യൂഷൻ. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. മീഡിയയുടെ സപ്പോർട്ട് ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായി മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാവേണ്ടി വരും, പൊതുജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവേണ്ടി വരും. കാരണം നമുക്കറിയാം, ദില്ലിയില് പണ്ട് ജസീക്ക ലാൽ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വെടിവെച്ചു കൊന്ന കേസ്, അത് കോടതി വെറുതെ വിട്ടു, പ്രതികളെ വെറുതെ വിട്ടു. പക്ഷെ അത് മീഡിയയും പൊതുജനങ്ങളുടെ പിന്തുണയും കൊണ്ട് മാത്രം ആ വിധി എന്താണ് വീണ്ടും അത് മാറി മറിഞ്ഞു, ആ വിധി മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കോടതിക്ക് മറിച്ച് ചിന്തിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയൊക്കെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവായ ഒരു കാര്യം എന്നല്ലെങ്കിൽ പോലും വേറൊരു ഉദാഹരണം കൂടി പറയാനുണ്ട്. ജല്ലിക്കെട്ട് നിരോധിച്ചു സുപ്രീം കോടതി. ആക്ച്വലി നിരോധിക്കപ്പെടേണ്ട കാര്യമാണ്, അത് വേറെ കാര്യം. പക്ഷെ ജനങ്ങളുടെ രോഷം വന്നതോടുകൂടി അത് കോടതിക്ക് തിരുത്തേണ്ടി വന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിനെ നോക്കിയിട്ടൊന്നും അല്ല കോടതി വിധി വരിക എന്നുള്ളത്. ജെസിക്ക ലാലിന്റെ കേസ് വളരെ ന്യായപൂർവ്വമായിട്ടുള്ള കാര്യമായിരുന്നു, ഒട്ടും നീതിപൂർവ്വമല്ലാത്ത ഒരു വിധിയാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ ആ വിധി തിരുത്തേണ്ടി വന്നു കോടതിക്ക്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്കും ഇടപെടാൻ പറ്റും. ഹൈക്കോടതിയിലേക്ക് ഈ വിഷയം ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ ഇടപെടല്, സാധാരണ ജനങ്ങളുടെ ഇടപെടല്, ആക്ടിവിസ്റ്റുകളുടെ ഇടപെടല് ഒക്കെ ഒരു പക്ഷെ ഇത് മാറി മറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആവട്ടെ. ഇപ്പോൾ ശ്വേതാ മേനോന്റെ പ്രതികരണം കൂടി കാണാം. അമ്മ പ്രസിഡന്റിന്റെ പ്രതികരണം. അത് സത്യം പറഞ്ഞാല് ഇതിന് അപ്പീൽ പോകണമെന്നാണ് ഞാൻ പേഴ്സണലി ഞാനാണെങ്കിൽ ഞാൻ എന്തായാലും അപ്പീൽ പോയത്. ഐ തിങ്ക് ആർസിന്റെയും അത് തന്നെയാണ് റിക്വസ്റ്റ്. അപ്പോൾ കിട്ടോ അതെനിക്കറിയില്ല, ഒത്തിരിപ്പോൾ മെമ്പറല്ലോ. ഇല്ല, ഇതുവരെയ്ക്ക് അങ്ങനെ ഒരാളും അങ്ങനത്തൊരു എന്താ പറയുക ഒരു റിക്വസ്റ്റ് വരെ ഇട്ടിട്ടില്ല. ഇന്നലെ പക്ഷേ ബാബുരാജ് നടത്തിയ പ്രതികരണം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ അമ്മ ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല, ആ സ്ഥാനത്ത് മോഹൻലാലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മോഹൻലാൽ ആവാത്ത നന്നായിരുന്നാൽ മറ്റു കാരണം അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടുള്ളത് വന്നേനെന്ന് പറഞ്ഞു. ഇതാണ് അമ്മ പ്രസിഡന്റിന്റെ പ്രതികരണം. ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അതുപോലെ ദിലീപിന്റെ അടുത്ത തീരുമാനം എന്ന് പറയുന്നത്, അത് വിധി വന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, പോലീസിനെതിരെ നിയമ നടപടിക്ക് പോകുന്നു, ഒരു ഗൂഢാലോചന തനിക്കെതിരെ നടന്നിട്ടുണ്ട് എന്നൊക്കെ. അതിനുള്ള എന്ത് നിയമ സാഹചര്യമാണ് ഇനി ഉള്ളത്? അത് സ്വയം കുഴി തോണ്ടുന്ന പോലെയാവില്ലേ? മഞ്ജുഷി, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, വാരിക്കൂടി തോണ്ടുന്ന ഒരു തുല്യമായിരിക്കും മലീഷ്യസ് പ്രോസിക്യൂഷനുമായിട്ട് ദിലീപ് പോവുക എന്നുള്ളത്. കാരണം ഈ വിധിയിൽ എന്താണ് എഴുതി വെക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായി പരിശോധിക്കപ്പെടുക. ഇനി അതിജീവിത ഇപ്പോൾ ഒരു സ്വാഭാവികമായി നമ്മുടെ ട്രയൽ കോടതികളിൽ നിയമത്തിന്റെ ആനുകൂല്യം, നിയമം എങ്ങനെ പരിശോധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സാമാന്യ ബോധം പൊതുജനങ്ങൾക്ക് കുറവാണെന്നുള്ളത് കൊണ്ടാണ് സർവൈവർ അല്ലെങ്കിൽ അതിജീവിത വിസ്തരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ പൊതുസമൂഹത്തിനുള്ളത്. ഈ തെളിവ് എങ്ങനെയാണ് കോടതി മുമ്പാകെ ഒരു അതിജീവിത തനിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം കോടതി മുമ്പാകെ പറയുമ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ, ആ അതിജീവിതയുടെ മുൻകാല പ്രവൃത്തികൾ, കോണ്ടക്ട് തുടങ്ങി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്നതിന് പ്രതിഭാഗം അഭിഭാഷകന് അവകാശമുണ്ട്. അത് ചോദിക്കുകയും അതുകൂടി എഴുതിയെടുക്കപ്പെടുകയും ആ രേഖപ്പെടുത്തി വെക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും കോടതി ഈ വസ്തുതകളെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. മാത്രമല്ല, ഇപ്പോ വനിതകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ നിയമം അനുസരിച്ച് കൂട്ടിനുള്ളിൽ ഇൻ ക്യാമറ ആയിട്ടാണ് കോടതി മുറികളിൽ ഇത്തരം നടപടിക്രമങ്ങൾ നടക്കുക. മുഴുവൻ ഈ കേസിലേതല്ലാത്ത
മുഴുവൻ അഭിഭാഷകരടക്കം കോടതി മുറികൾക്ക് പുറത്തു പോകണം. ഒന്ന്. രണ്ട്, ഈ അതിജീവിതയ്ക്ക് പ്രതിയോ മുഖാമുഖം പോലും കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒറ്റത്തവണ മാത്രം ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് മാത്രം കർട്ടൻ മാറ്റി കാണുന്ന സാഹചര്യം മാത്രമാണ്. അപ്പൊ വളരെ സ്വകാര്യമായി അതിജീവിതയെ സംരക്ഷിക്കുന്ന തരത്തിൽ തന്നെയാണ് നിയമം എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ വ്യത്യസ്തത എന്തെങ്കിലും ഈ കേസിൽ നടന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിപ്രായമോ ആക്ഷേപമോ നാളിതുവരെ വന്നിരുന്നില്ല. ഇപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വരുന്നത്. ഇനി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അതിജീവിതയുടെ പ്രസൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള നിയമം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഇനി പുതുതായി കോടതിയിൽ എത്തുമോ എന്നുള്ളതും സംശയമാണ്. കാരണം നിലവിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കേസ് പരിശോധിക്കപ്പെടുക. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ വിവാദമായിരുന്ന ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ വെറുതെ വിട്ടിട്ടുള്ള പ്രതികളെ കൂടി ശിക്ഷിക്കുന്ന തരത്തിലേക്ക് വിധിന്യായം അവസാനം വന്നിരുന്നു. അപ്പോ ഇതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് കോടതികളെയും നിയമ സംവിധാനത്തെയും ആക്ഷേപഹാസ്യത്തിലൂടെയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു തരത്തിലും ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോകുന്നതിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ജില്ലാ കോടതിയായിട്ടുള്ള ശ്രീമതി ഹണി വർഗീസൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്, തന്റെ ഭൂതകാലത്തെയും ഭാവിയെയും കുറിച്ച് നിങ്ങൾ പ്രവചിച്ചോളൂ, അന്വേഷിച്ചോളൂ, പക്ഷെ കോടതിയെ പരിഹസിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് വിധിന്യായത്തെ പരിഹസിക്കാം, വിധിന്യായത്തെ ആക്ഷേപിക്കാം, വിധിന്യായത്തെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാം. പക്ഷെ വിധി പറഞ്ഞ ജഡ്ജിയെ ആക്ഷേപിക്കുകയോ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെയുള്ള കമന്റുകളും ഒക്കെ തന്നെ വില കുറഞ്ഞതായി പോകും. അത് കോടതി അലക്ഷ്യത്തിലേക്ക് വഴിവെക്കപ്പെടും. അതുപോലെ തന്നെയാണ് ദിലീപിന്റെ കാര്യത്തിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. രണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ രണ്ട് സുവ്യക്തമായ വിധികൾ നിലവിലുണ്ട്. ആ വിധികളുടെ അടിസ്ഥാനത്തിൽ 2021-ലും 1978-ലും വന്ന രണ്ട് വിധികളുടെ പശ്ചാത്തലത്തിലാണ് ഈ മലീഷ്യസ് പ്രോസിക്യൂഷനെ കോടതികൾ പരിശോധിക്കുക എന്നുള്ളത്. ഇതില് ദിലീപിന് താൻ കുറ്റവിമുക്തനാക്കിയ സാഹചര്യത്തിൽ മലീഷ്യസ് പ്രോസിക്യൂഷൻ കൊടുക്കുന്നതിന് എല്ലാ അർത്ഥത്തിലുമുള്ള അവകാശമുണ്ട്. ദിലീപിന് അത് ചെയ്യാം. പക്ഷെ അതിന്റെ പരിമിതി എന്ന് പറയുന്നത് അപ്പീൽ കോടതിയുടെ വിധി ഏതാവും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്പി നാരായണൻ കേസ് നമ്മുടെ മുന്നിലുണ്ട്. സുപ്രീം കോടതിയിൽ നമ്പി നാരായണന്റെ കേസിന്റെ വിധി വന്നതിനെ തുടർന്നാണ് മലീഷ്യസ് പ്രോസിക്യൂഷനിലേക്ക് പോകും. സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം അടക്കം. അതുപോലെ ദിലീപ് ഇപ്പോൾ ആവേശം കാണിച്ചതായിരിക്കാം. ഇപ്പോൾ കീഴ്ക്കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഒരു ആവേശം കാണിക്കലായിരിക്കാം. ഇത്രയും നാൾ തന്നെ കുറ്റവാളിയാക്കിയില്ലേ, ഇനി ഞാൻ തിരിച്ച് ഇക്കാര്യത്തിൽ നിയമ നടപടിയുമായിട്ട് പോകും എന്ന്. പക്ഷേ അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടുമല്ലോ സ്വാഭാവികമായിട്ടും. താങ്കൾ പറഞ്ഞ പോലെ എങ്ങനെയാണ് മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങാനാവുക എന്നുള്ളത്. പക്ഷേ ശ്രീമതി ദിവ്യ, ഇതിനകത്ത് മറ്റൊരു കാര്യം ഇന്ന് കോടതി പറഞ്ഞത്, കോടതിക്കെതിരെ അത് ജഡ്ജിക്കെതിരെയുള്ള പരാമർശങ്ങൾ വന്നു പൊതുസമൂഹത്തിൽ നിന്ന് എന്ന രീതിയിലാണ്. പക്ഷേ നമ്മളൊക്കെ ചെയ്ത് വിധിയിലുള്ള കാര്യങ്ങൾ, വിധിയെ വിമർശിക്കുകയായിരുന്നുവല്ലോ അത്. പക്ഷേ കോടതിയുടെ ഇന്നത്തെ ആ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇവിടെ ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിധി അനലൈസ് ചെയ്യല്ലേ എല്ലാവരും ചെയ്തിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായിട്ട് ആ ജഡ്ജിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞു, നമുക്കൊന്നും വ്യക്തിപരമായിട്ട് അവരുടെ ലൈഫിനെ കുറിച്ചൊന്നും അറിയുക പോലും ചെയ്യുന്നില്ല. വിധി എത്രത്തോളം പാർഷ്യൽ ആയിരുന്നു, അല്ലെങ്കിൽ വിധി എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല വിധിക്ക്, ഇര എത്രത്തോളം വേദനിക്കേണ്ടി വരുന്നു, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങൾ. ഇവിടെ മീഡിയ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്, നമ്മുടെ ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു ജനാധിപത്യ രാജ്യത്ത് മിനിമം അതിനുള്ള അവകാശമെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? അല്ലാതെ വായ മൂടി കെട്ടിയിട്ട് ഇനിയൊന്നും നിങ്ങളൊന്നും മിണ്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിടിച്ച് ജയിലിലിടും എന്ന് പറയുന്നത് അതൊരു ഏകാധിപത്യ രാജ്യത്ത് മാത്രം നിലനിൽക്കേണ്ട കാര്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ആളുകൾ ഏത് വിഷയത്തെക്കുറിച്ചും, അത് ജുഡീഷ്യറിയെ കുറിച്ചായാലും അത് പാർലമെന്റിനെ കുറിച്ചിട്ടായാലും മീഡിയയെ കുറിച്ചിട്ടായാലും ഒക്കെ ജനങ്ങൾ സംസാരിക്കും, ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരിക്കലും ഒരു ക്രൈമായിട്ട് കാണാനോ ഒരു ഭീഷണി മുഴക്കാനോ പാടില്ല എന്നുള്ള തന്നെയാണ് കൃത്യമായിട്ട് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെയാണ്, ശരിയാണ്, വിധിയിലുള്ള വിമർശനങ്ങളാണ്. മഹേഷ്, വിധിയിലുള്ള വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളും ചർച്ചയിൽ ഇരുന്നതാണല്ലോ, ഇപ്പോൾ താങ്കളും ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ജഡ്ജിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ചകളിൽ വന്നിരുന്നില്ല. അല്ല മഞ്ജുഷേ, എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്നുണ്ട്. പക്ഷേ ഈ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞ് തന്നെ പലപ്പോഴും പോയത് സോഷ്യൽ മീഡിയ എങ്ങനെ എടുത്തു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അതിർവരമ്പുകൾ പലർക്കും ഇവിടെ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്.
ഇപ്പോൾ തന്നെ ഈ ജഡ്ജ്മെൻറ്റിനെതിരെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള ഇതാണ് വരുന്നത്. ഇതിനു വേണ്ടി സംസാരിക്കാൻ വരുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ തന്നെ ഇപ്പം ഞാൻ പോട്ടെ, ഞാൻ ഒരു ആണായതുകൊണ്ട് മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ ഒരു പ്രതി എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നു എന്നുള്ള വലിയ മഹാപാതകം ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയട്ടെ, ഈ അതിജീവിതയ്ക്കെതിരെ ആണെങ്കിലും ബാക്കി ഓരോരുത്തർക്കെതിരെ ആണെങ്കിലും ഈ സോഷ്യൽ മീഡിയ വരുന്ന ഓരോ കമൻസ്, ഇത് ശരിക്കും ഇത് നിയന്ത്രിക്കേണ്ടത് ഈ സൈബർ സെൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു നിയന്ത്രണവും അതിനകത്തില്ലെന്നുള്ളതാണ്. ജഡ്ജിനെതിരെയും ഇതുപോലെയുള്ള കമൻസ് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇനി എനിക്ക് അതിനകത്ത് ആഴത്തിലോട്ട് ഇറങ്ങാൻ നോക്കണമെങ്കിൽ പഴയതൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കണം. പക്ഷേ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. കോടതിയിൽ അവിശ്വാസം വന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ശരിക്കും ഞാനൊന്ന് ചോദിച്ചിട്ട് മഞ്ജുഷേ, വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് ഈ തെളിവുകൾ കൊടുത്തിട്ട് ആ തെളിവുകൾ കിട്ടിയിട്ടും മനഃപൂർവ്വമായിട്ട് 8-ാം പ്രതിയെ വിട്ടു എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിന് ഇത് കൊടുക്കാൻ പറ്റിയില്ല? അവിടെയാണ് ഞാൻ മഞ്ജുഷിനെ ഇതിനു മുമ്പുള്ള നമ്മൾ ഒരുമിച്ചിരുന്ന ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, ഇതൊരാളെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ തെളിവുകൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഈ കുക്ടപ്പായിട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റിക്കൊണ്ട് വരുന്ന തെളിവുകളൊന്നും ഒരിക്കലും നിൽക്കില്ല എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണ്? ഈ നിയമമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ പോലീസിലാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. നിങ്ങൾക്കറിയാം നമ്പിനാരായണൻ്റെ കേസ് നിങ്ങൾ ഇപ്പം ബഹുമാനപ്പെട്ട അസ്കർ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പോൾ മുത്തൂറ്റിൻ്റെ കേസ് അറിഞ്ഞുണ്ട്, എസ് ഷേപ്പ് കത്തിയൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, 1% പോലീസുകൾ കറപ്റ്റഡായിട്ടുള്ളത്. പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണം ഇവിടെ ആരൊക്കെ പഴികേക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ട വിഷയം തന്നെ. ശരി മഹേഷ്, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എന്തായാലും വിധിന്യായം പൂർണ്ണമായിട്ടും പുറത്തു വന്നാൽ മാത്രമേ എന്തുകൊണ്ടാണ് 8-ാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. വിധിന്യായത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ? കിട്ടിയെന്ന് 26% പ്രേക്ഷകർ, ഇല്ല എന്ന് 70%. വേണ്ടി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.